हिन्दुरक्षा ममादीक्षा। ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അണകവിയുന്നലയാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. ശ്രീനാരായണ ഭഗവാൻ നമ്മുടെ ദൈവമാണെന്ന് നമ്മളെ പാടി പഠിപ്പിച്ച ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യൻ, ഗൃഹസ്ഥ ശിഷ്യൻ കുമാരനാശാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരു നായകനാണ് നമ്മുടെ ദൈവമെന്ന്. നമുക്കറിയാം, ഗുരുവിൻ്റെ കൃതികൾ എടുത്തു നോക്കിയാലും ഗുരുവിൻ്റെ അമൃതവാണികൾ എടുത്തു നോക്കിയാലും ഗുരുവിൻ്റെ ദർശനം എടുത്തു നോക്കിയാലും മാനവ ജനതയുടെ പൂർണ്ണമായ യശസ്സിനും കീർത്തിക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയുള്ള ഒരു വലിയ അമൂല്യമായ നിധിപേടകമാണ് ഗുരുവിൻ്റെ ഓരോ വാക്കും, ഗുരുവിൻ്റെ ഓരോ ഉതിർമണികളും, ഗുരുവിൻ്റെ കൃതികളും, ഗുരുവിൻ്റെ ദർശനവുമെല്ലാം. ഏത് എടുത്തു നോക്കിയാലും അതിൽ ഗുരു പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്, അരുളിൻ്റെ ഭാഷയാണ്, അൻപിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ആ ഗുരുമൊഴികളിലെ അരുളൻപനുകമ്പ, ഇവ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകമെന്ന് ഗുരു പറയുന്നുണ്ട്. അരുളും അൻപും അനുകമ്പയും ഇവ മൂന്നും ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ, നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് സാധ്യമല്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനെ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമായ എന്ന ആ പ്രാർത്ഥനാ ഗീതത്തിൽ പറയുന്നത്, ഗുരു ഒരാളോടും വാദിക്കാനും ജയിക്കാനും വേണ്ടി നിന്നിട്ടില്ല. പക്ഷേ ചിലപ്പോഴെല്ലാം വാദത്തിൻ്റെ മുര ഒരൊറ്റ വാക്കുകൊണ്ട് ഗുരു കടവെച്ചറുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം മുനിമാരിൽ മഹാമുനിയായും നമുക്ക് വേദാന്ത ഉപനിഷത്തുക്കളുടെയൊക്കെ സാരമോദി തന്ന ഋഷീശ്വരനായും ഒക്കെ ഗുരു ഭവിച്ചിട്ടുണ്ട്. 1888 മഹാശിവരാത്രിയുടെ ഒരു ആദ്യ പാതിരാവും പിന്നിട്ടുള്ള ആദ്യ യാമങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ഗുരു ആദ്യമായിട്ട്, ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, നമ്മൾക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഇതിൻ്റെ കാരണഭൂതൻ ആരെന്ന് ചിന്തിച്ചാൽ 57 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഭരണകൂടങ്ങളാണോ? ഇപ്പോൾ 2026 വരെ 5 വർഷം കൂടുമ്പോൾ ചൂണ്ടാണി വിരലിൽ ആസിഡ് ചേർന്ന മഷി പുരട്ടി നമ്മൾ വോട്ട് പെട്ടികൾ കുത്തി നിറക്കുന്നുണ്ട്. അങ്ങനെ 1957 മുതൽ കേരളത്തിൽ വന്ന ഭരണകൂടങ്ങളാണോ നമുക്ക് ന്യായമായി ഈ മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശങ്ങൾ നൽകിയത്? ആലോചിക്കണം നമ്മൾ. അവിടെയാണ് നമ്മുടെ ഒരു സത്വബോധത്തിൻ്റെ ഉറവ ഇരിക്കുന്നത്. അല്ല, ഇനി 1947 ഭാരതാംബയുടെ മൂവർണ്ണക്കൊടി അങ്ങ് റെഡ് ഫോർട്ടിൽ പാറിക്കളിച്ചത് മുതലാണോ ഈ മണ്ണിൽ ഈഴവരാതി പിന്നോക്ക സമുദായക്കാരനുൾപ്പെടുന്ന മഹാഭൂരിപക്ഷത്തിന് ജീവിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കി തന്നത് അവരാണോ? അപ്പോഴാണ് 1888 മഹാശിവപ്രതിഷ്ഠയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിൻ്റെ മച്ചകങ്ങളിൽ മാറാല പിടിച്ച് കിടക്കുന്ന മങ്ങിയ ചില ഓർമ്മകളെ ദീപ്തമാക്കാനും തേച്ചുമിനുക്കാനും ഒന്നുകൂടി ഗുരുവിനെ നമുക്ക് ഏറ്റവും ശോഭയോടുകൂടി
നമ്മുടെ ഹൃദയപത്മത്തിൽ പ്രതിഷ്ഠിക്കുവാനുമാണ് ഇത്തരത്തിലുള്ള ദർശനോത്സവങ്ങൾ നമ്മൾ കൊണ്ടാടുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ 1888 ആ ഇരുണ്ട യാമങ്ങൾ കഴിഞ്ഞ പുലർകാലയുടെ ആദ്യ യാമങ്ങൾ പിന്നിടുമ്പോൾ ശ്രീനാരായണ ഭഗവാൻ ശങ്കരൻ കുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത ഒരു ശിലാവിഗ്രഹമുണ്ട്, ഒരു ശിവശിലയുണ്ട്. എത്ര സമയം ഗുരു ആ വെള്ളത്തിൽ കിടന്നു എന്ന് നമുക്കറിയില്ല. ഇന്നും നമുക്കറിയാം, ഒരുപാട് മുങ്ങൽ വിദഗ്ധർക്ക് പോലും ശ്വാസം എടുക്കുവാനുള്ള ഉപകരണങ്ങളില്ലാതെ ഒരു ശരാശരി മനുഷ്യന് ഒരു 3 മിനിറ്റിൽ കൂടുതൽ ജീവനോടുകൂടി വെള്ളത്തിനടിയിൽ ജീവിക്കുവാൻ സാധ്യമല്ല. പക്ഷേ ഗുരു എത്രയോ സമയം ഗുരു ആ ശങ്കരൻ കുഴിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് മുങ്ങിത്താണോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോഴാണ് പ്രാർത്ഥനയോടുകൂടി, കരച്ചിലോടുകൂടി അവിടെ നിന്ന ഭക്തജനങ്ങളും തദ്ദേശീയരും ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ അവിടെ നിന്നും ഗുരു ഉയർന്നു പൊങ്ങുന്നത് അഗസ്ത്യകൂടത്തിൽ നിന്ന് കാലം ഗുരുവിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് ധന്യമാകാൻ കാത്തു സൂക്ഷിച്ച ആ ശിവരൂപവുമായി, ആ ശിവലിംഗ വിഗ്രഹവുമായിട്ടാണ്, ആ ശിവശിലയുമായിട്ടാണ്. എത്രയോ കാലമായി ആ ശിവശിലയങ്ങനെ ആ ശങ്കരൻ കുഴിയുടെ അഗാധ ഗർത്തത്തിൽ ശ്രീനാരായണ ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് ധന്യമാകാൻ അവിടെ കിടന്നു എന്ന് ഇതുവരെ ഒരാളും പ്രവചിച്ചിട്ടില്ല. പക്ഷേ ഭഗവാൻ അത് കോരിയെടുത്ത് തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചു. ആ ഹൃദയ സ്പന്ദനമേറ്റുവാങ്ങിയ ശിലയുമായാണ് ശ്രീനാരായണ ഭഗവാൻ ഈ പരന്ന പാറക്കല്ലിൻ്റെ മുന്നിൽ വന്ന് അവിടെ ഒരുപാട് സമയം അങ്ങനെ ധ്യാനത്തിൽ നിന്ന് ഗുരുവിൻ്റെ കണ്ണുനീര് കൊണ്ട് പവിത്രമാക്കി, അല്ലേ? ഒരു ഗംഗാജലവും പുണ്യാഹവും ഒന്നും തളിച്ചില്ല. ഒരു ജ്യോത്സ്യനും ഗണിച്ച മുഹൂർത്തവുമല്ലായിരുന്നു അത്. ഭഗവാൻ അങ്ങനെ ധ്യാന നിമഗ്നനായി നിൽക്കുമ്പോൾ ഭൈരവൻ ശാന്തികളൊക്കെ പറയുന്നത്, ഞങ്ങൾ ഗുരുവിനെ നോക്കുവാൻ പോലും അശക്തരായിരുന്നു. അത്രയും അഭൗമമായ ഒരു ദിവ്യ തേജസ്, ഒരു ഈശ്വരൻ്റെ വിളയാടൽ ഞങ്ങൾ അവിടെ അനുഭവിക്കുകയായിരുന്നു. അനുഭവിയാതറിവിയില്ല എന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവിടെയാണ് ഈ അനുഭവിയാതറിവിയില്ല എന്ന ഗുരുമന്ത്രം നമുക്ക് ചേർത്ത് വയ്ക്കാവുന്നത്. ഞാനോ നിങ്ങളോ നമ്മൾ ഒരാളും ഈശ്വരനെ കണ്ടിട്ടില്ല. പക്ഷേ ഈശ്വരൻ പലപ്പോഴും പല രൂപത്തിൽ, പല സാന്നിധ്യമായി നമ്മുടെയൊക്കെ അടുക്കൽ വന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അനുഭവിക്കുമ്പോഴാണ് ഈശ്വരൻ്റെ ആ ദിവ്യ തേജസ്, വിശിഷ്ട സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഉപ്പുപാവ കടലിലേക്ക് ഇറങ്ങിയ കഥ നിങ്ങൾക്കറിയാൻ സാധിക്കും. ഒരിക്കലും ഒരു ഉപ്പുപാവ കടലിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് കടലിനോട് ചോദിക്കുകയാണ്, ഉപ്പുപാവ നീ ആരാണ്? അപ്പോൾ കടൽ പറഞ്ഞു, ഞാൻ കടലാണ്. അപ്പോൾ ഉപ്പുപാവ പറഞ്ഞു, അതെനിക്കെങ്ങനെ അറിയാം നീ കടലാണെന്ന്? അപ്പോൾ കടൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നിൻ്റെ പാദമൊന്ന് എന്നെ സ്പർശിക്കുക, അപ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഉപ്പുപാവ തൻ്റെ ആദ്യത്തെ ഒരു പാദമെടുത്ത് ഈ കടൽ ജലത്തിലേക്ക് വച്ചു. എന്ത് സംഭവിക്കും? ആ ഉപ്പ് മുഴുവനും ലയിച്ച് കടൽ വെള്ളത്തിലേക്ക് വന്നു. അതിൻ്റെ ഒരു പാദം നഷ്ടപ്പെട്ടു. അടുത്ത പാദം എടുത്തു വെച്ചു, അതും നഷ്ടപ്പെട്ടു. പതുക്കെ ഉപ്പുപാവ കടലിലേക്ക് ഇറങ്ങി പൂർണ്ണമായും ഉപ്പുപാവ കടലിലേക്ക് ലയിച്ചു. അതാണ് അനുഭവം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ ലയിക്കുന്ന ആ ഒരു പരമസത്തയുണ്ട്. പരബ്രഹ്മത്തിലേക്ക് നമ്മൾ ലയിക്കുകയാണ് ചെയ്യുന്നത്. ആ പരബ്രഹ്മത്തിലേക്കുള്ള സായുജ്യമാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവിടെയാണ് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, നാമും ദൈവവും ഇനി രണ്ടല്ല, അല്ലേ, ഒന്നായി തീർന്നിരിക്കുന്നു. എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും മാറി
ഗുരു ബ്രഹ്മമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം പരബ്രഹ്മമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ്റെ മനസ്സെങ്ങനെയുള്ളതാണ്? അങ്ങേ തിരുവുള്ളൂറിയൊരൻപിൻ വിനിയോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗം. അല്ലേ? അങ്ങയുടെ ആ ഗുരുവിൻ്റെ തിരുവുള്ളം, നമ്മുടെയൊക്കെ ഉള്ളം എങ്ങനെയാ? അങ്ങേ തിരുവുള്ളൂറിയൊരൻപിൻ വിനിയോഗം. ഭഗവാന്റേത് തിരുവുള്ളമാണ്. ആ തിരുവുള്ളത്തിൽ സ്നേഹമേ ഉള്ളൂ, ആ തിരുവുള്ളത്തിൽ അനുകമ്പയേ ഉള്ളൂ, ആ തിരുവുള്ളത്തിൽ മാനവ ജനതയെ സ്നേഹിക്കുവാനുള്ള അവൻ്റെ ഭൗതികമായ ജീവിത പുരോഗതിക്ക് വേണ്ടിയുള്ള സാധനകളുടെ സമർപ്പണമാണ് അതിലുള്ളത്. നമ്മുടെ മനസ്സോ, നമ്മുടെ മനസ്സിലെ കുശുമ്പുണ്ട്, അസൂയയുണ്ട്, ചില പാരവയ്പ്പുകളുണ്ട്, സ്വാർത്ഥതയുണ്ട്, എനിക്ക് മാത്രം സമ്പന്നനാകണമെന്ന മോഹമുണ്ട്, എൻ്റെ വീടും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും മാത്രം നന്നാകണമെന്ന പ്രാർത്ഥനയാണുള്ളത്, അല്ലേ? പക്ഷേ ഭഗവാന്റെ ഉള്ളമെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈ ലോകത്തിലെ ഒരെറുമ്പ് പോലും ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് കേഴുന്ന ഒരു ഹൃദയം, അതാണ് ഭഗവാന്റെ ഹൃദയം എന്ന് പറയുന്നത്. സർവചരാചരങ്ങൾക്ക്, പൂവിനും പുല്ലിനും പുൽനാമ്പിനും ഇവിടെയുള്ള സകല ജീവജാലങ്ങളെയും കൃപയോടുകൂടി കാരുണ്യത്തോടുകൂടി വീക്ഷിക്കുവാനുള്ള ഒരു വലിയ സമസൃഷ്ടി സ്നേഹത്തിൻ്റെ പര്യായമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ ഹൃദയം തിരുവുള്ളമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങേ തിരുവുള്ളൂറിയൊരൻപിൻ വിനിയോഗം. ആ ഭഗവാന്റെ തിരുവുള്ളത്തിൻ്റെ കൃപ കിട്ടിയാലുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിന് ശുഭമായി തീരും, നമ്മുടെ ജീവിതത്തെ അത് മംഗളകരമാക്കി മാറ്റുമെന്ന് ശ്രീനാരായണ ഭഗവാന്റെ ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഏഴകളായ നമുക്കൊക്കെ ഒരുപാട് സ്വാർത്ഥ ചിന്തകളുണ്ട്. നമ്മളൊക്കെ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട്, ക്ഷേത്രങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ എനിക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ കുഞ്ഞുമക്കൾക്കൊക്കെ സൗഖ്യം വരണേ, സുഖം തരണേ, ജോലി കിട്ടണേ, എൻ്റെ മക്കൾ നല്ല നിലയിൽ എത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണുള്ളത്. അതിനപ്പുറവും ഇപ്പുറവും വേണ്ട കുടുംബത്തിലുള്ള മറ്റ് അമ്മായി അമ്മയും അമ്മായി അച്ഛനും അല്ലെങ്കിൽ സായന്തന കാലത്ത് വൃദ്ധരായിരിക്കുന്ന മാതാപിതാക്കൾക്ക് പോലും സൗഖ്യമരുളണേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ഒരു തലമുറ ഇന്ന് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് സത്യമാണ്. അവിടെയാണ് ശ്രീനാരായണ ഭഗവാന്റെ ദർശനത്തിന് ഏറെ പ്രസക്തി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഗുരു വാദിക്കാനും ജയിക്കാനും പോകാഞ്ഞത്. അന്നാ ശിവശില പ്രതിഷ്ഠിക്കുമ്പോൾ ഗുരുവിനോട് ചില ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ചോദിച്ചു, ആര് നൽകി ഒരവർണ്ണന് ഒരു ക്ഷേത്രപ്രതിഷ്ഠയ്ക്കുള്ള അധികാരമെന്ന് ചോദിച്ചു. ഗുരു ഒരു വാദത്തിനും പോയില്ല, ഗുരുവിൻ്റെ കൂടെ ലക്ഷങ്ങളുണ്ടായില്ല, പന്തം കൊളുത്തി പ്രകടനം നടത്തിയില്ല, പിക്കറ്റിംഗ് നടത്തിയില്ല, ഇൻകുലാബ് വിളി ഉണ്ടായില്ല. ഗുരു ഒറ്റ ഗുരുമൊഴി, നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെ ആണ്. അവിടെ തീർന്നു. നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന ഒരൊറ്റ ഉത്തരത്തിൽ ഇവിടെ കോലാഹലം സൃഷ്ടിക്കാൻ വന്നവരുടെ ആ കടയ്ക്ക് കത്തിവെച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആ ഒരൊറ്റ ഗുരുമൊഴി കൊണ്ട് എല്ലാ കോലാഹലങ്ങളും കെട്ടടങ്ങി. അവിടെ നിന്നങ്ങോട്ടാണ് നമ്മളൊക്കെ ഇതുപോലെ സാരി ഉടുത്ത് പൊട്ടുകുത്തി മാലയിട്ട് കമ്മലിട്ട് രണ്ടാമുണ്ട് നേരിയത് ധരിച്ച് പള്ളിക്കൂടത്തിൽ പോകാനും അമ്പലത്തിൽ പോകാനും ഒക്കെ സാധ്യതമാക്കിയത് ശ്രീനാരായണ ഭഗവാനാണ്. പക്ഷെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഗുരു സാധാരണ ഒരു മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജീവിച്ചതല്ലേ, എങ്ങനെയാണ് ദൈവമെന്ന് പറയുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്,
അനുഭവിയാതറിവിയില്ല. അല്ലേ? പ്രത്യക്ഷമായ ദർശനം കൊടുത്ത ഗുരുവിൻ്റെ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ എഴുതിയ പ്രാർത്ഥന നമ്മളിവിടെ ദിവസവും ചൊല്ലുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ ഈരടികളിൽ പറയുന്നു, യസ്യന കൽപ്പതൈ സിദ്ധ്യൈ പാദാംബുജരജോലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ. ആ പ്രാർത്ഥനയുടെ അവസാനത്തെ അത് ശരിക്കും ഓം നമ ശിവായ എന്ന മന്ത്രപ്പൊരുൾ എഴുതിയിട്ടുള്ളതാണ്. ആദ്യത്തെ വരി ഓം ബ്രഹ്മണേ മൂർത്തിമതേ, രണ്ടാമത്തെ സ്റ്റാൻസയിൽ നമോ ഭഗവതേ എന്നാണ് തുടങ്ങുന്നത്, മൂന്നാമത്തത് മഹനീയ ചരിത്രായ എന്ന് തുടങ്ങുന്നു, നാലാമത്തത് ശിശിരി കൂർവതൈ ശാന്തൈ എന്ന് തുടങ്ങുന്നു, അടുത്തത് വാദിനാം വാദിനേ വാച. അവസാനത്തെ ഈരടി യസ്യന കൽപ്പതൈ സിദ്ധ്യൈ പാദാംബുജരജോലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ. ആദ്യാക്ഷരങ്ങൾ കോർത്തുവെച്ചാൽ ഓം നമ ശിവായ. അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ശിവലിംഗദാസ സ്വാമികൾക്ക്, കൊച്ചാപ്പി പിള്ളയ്ക്ക് ഗുരുത് തൻ്റെ ശിവസാന്നിധ്യത്തെ കാണിച്ചു കൊടുത്ത ഒരു വലിയ സംഭവം, ഒരു വലിയ സത്യം അരുവിപ്പുറത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതിലെ അവസാനത്തെ ഈരടികളിൽ പറയുന്നത്, അങ്ങയുടെ പാദാംബുജങ്ങളിൽ ഭഗവാന്റെ ആ പാദത്തിൽ പിടിച്ചിരിക്കുന്ന പറ്റിയിരിക്കുന്ന പൊടിപടലം പോലും, രേണുക്കൾ പോലും, ആ പൊടിപടലത്തിൽ നിന്ന് ഒരു ധൂളി, ഒരു മാത്ര, ഒരു പൊടി ധൂളി പോലും എന്നിലേക്ക് വന്ന് സ്പർശിച്ചാൽ ഭഗവാനെ എൻ്റെ ജീവിതം ധന്യമാകും എന്ന പ്രാർത്ഥനയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഭഗവാന്റെ പാദാംബുജങ്ങളിൽ പറ്റിയിരിക്കുന്ന ഒരു രേണുവിന് പോലും എത്രയോ പവിത്രതയുണ്ട് എന്ന് പറയുകയാണ് ശിവലിംഗ ദാസസ്വാമികൾ. ആ ഭഗവാൻ അരുൾ ചെയ്തതിൽ ഒരു 10% നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയാൽ എത്രയോ ധന്യമായ കുടുംബങ്ങളുണ്ടായാനെ, എത്രയോ ധന്യമായ മക്കൾ വളർന്നു വന്നേനെ നമ്മുടെ കുടുംബങ്ങളിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അല്ലേ, സ്വന്തം അമ്മ ഗീത എന്ന 50 വയസ്സായ സ്ത്രീ സ്വന്തം മകൻ്റെ കൈകൾ കൊണ്ട് സ്വന്തം മകനാ കഴുത്തറുത്ത് കൊന്നത്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ആ മകനെ ഗുരുവിൻ്റെ പിണ്ടതന്തി എന്ന കൃതിയിൽ പറയുന്നത് പോലെ എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി. അല്ലേ? ഓരോ അമ്മയും അവരുടെ ഗർഭപാത്രത്തിൽ ചുമടായി കിടത്തി എല്ലാ ത്യാഗവും വേദനയും ഭക്ഷണത്തോടുള്ള വിരക്തിയും ഛർദിയും അസ്വാസ്ഥ്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും തൻ്റെ കുഞ്ഞിനെ വളർത്തി നായായും നരിയായും കൂവി പ്രസവിച്ച ഒരമ്മയുണ്ട്. 20 അസ്ഥികൾ ഒരുമിച്ചൊടിഞ്ഞാലുണ്ടാകുന്ന വേദനയുടെ തീച്ചൂളയിലാണ് ഓരോ സാധാരണ പ്രസവവും നടക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് സഹോദരിമാർക്ക് അതറിയാവുന്നതാണ്. കാരണം നമ്മൾ അത്രയും വേദനയുടെ കനൽ ചൂടിൽ കൂകി വിളിച്ച് എൻ്റെ അമ്മേ കൃഷ്ണ ഭഗവാനെ ഈ വേദനയിൽ നിന്ന് എന്നെ കരകയറ്റണേ എന്ന് കൂകി വിളിച്ച് ആ പ്രസവം നടന്ന് ഉഞ്ഞോണ്ടിയിട കൊണ്ട് അതുവരെ അനുഭവിച്ച ഓരോ രോമകൂപത്തിൻ്റെയും പുനർജനിയുടെ വേദനയിൽ അമർന്ന നമ്മൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, അനുഭൂതിയുടെ, ഒരു മാതാവായതിൻ്റെ, ഒരാത്മഹർഷത്തിൻ്റെ ഒരു വലിയ ആ സഹർഷത്തിൽ ആ വേദനകൾ നമ്മൾ ഞൊടിയിടയിൽ മറക്കുന്നുണ്ട്. അങ്ങനെ വളർത്തി വലുതാക്കി അല്ലേ, ആ പൊക്കുൾബെടി ബന്ധം അറുത്തു മാറ്റി ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ, അവനൊരു യുവാവാകുമ്പോൾ അല്ലെങ്കിൽ അവളൊരു യുവതിയാകുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിച്ച് ആ മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ എത്ര കണ്ട് പുന്നാരിച്ച ഓരോ അമ്മയും ഓരോ കുഞ്ഞിനെയും വളർത്തിയത് അല്ലേ.
താരാട്ടുപാടിയതമ്മ, താലോലമാട്ടിയതച്ഛൻ, പൊന്നിൻ നിറമില്ലേല്ലെങ്കിൽ പൊന്നേ എന്ന് വിളിച്ചതമ്മ, പൊന്നിൻ കുടമായി തന്നെ പൊന്നായി വളർത്തിയതമ്മ. ഓരോ കുഞ്ഞിനെയും അങ്ങനെയാണ്, രാവറിയാതെ നോവറിയാതെ എത്രയോ ദിനരാത്രങ്ങളിൽ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ നമ്മൾ കണ്ണിമ ചിമ്മാതെ ആ കുഞ്ഞിനൊരസുഖം വരുമ്പോൾ കാവൽ വിളക്കായി ഓരോ അച്ഛനും അമ്മയും കാത്തിരുന്നിട്ടുണ്ട്. ആ മക്കൾ വളർന്നു വരുമ്പോൾ അവരിൽ നിന്ന് ആ പൂർണ്ണമായ ഒരു സ്നേഹത്തിൻ്റെ, തൻ്റെ അച്ഛനാണ് അമ്മയാണ്, അച്ഛനാണ് അമ്മമ്മയാണ് എന്ന ഒരു സ്നേഹത്തിൻ്റെ കാതൽ, ഒരു സ്നേഹസ്പർശം, നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിർമഴ പെയ്യുന്ന, ഒരു ഇളം തെന്നലായി തലോടിപ്പോകുന്ന ഒരു സാന്ത്വനത്തിൻ്റെ സ്പർശം നമുക്കെവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, മക്കളിൽ നിന്ന്, മരുമക്കളിൽ നിന്ന്, പേരക്കിടാങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ധന്യമാകുകയാണ് ചെയ്യുന്നത്. അതാണ് ഗുരു നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഓരോ കുഞ്ഞിനെയും അങ്ങനെയാണ് നമ്മൾ വളർത്തിയത്. ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ അറിയിക്കാതെ അമ്മ ഗർഭത്തിൽ ചുമക്കുന്നുവെങ്കിൽ അമ്മ ആ ഗർഭത്തിൽ ചുമടായി വളർത്തി, ഗർഭത്തിൽ ചുമക്കുന്നുവെങ്കിൽ ഒരു കുടയായി തൻ്റെ മക്കൾക്ക് താങ്ങായി തണലായി ഓരോ പിതാവും മാറുകയാണ്. ദുഃഖങ്ങൾ പുറത്ത് കാണിക്കാതെ, സങ്കടങ്ങൾ പുറത്ത് കാണിക്കാനാവാതെ എല്ലാം ഉള്ളിലൊതുക്കി നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി ആ സേവനം ചെയ്യുന്ന ഓരോ പിതാവിൻ്റെയും ഒരു വലിയ ത്യാഗത്തിൻ്റെ, നൊമ്പരത്തിൻ്റെയൊക്കെ ആ മാതാപിതാക്കളുടെ ഉപാധികളില്ലാത്ത നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു വലിയ കയ്യൊപ്പാണ് ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത്. ഹിന്ദു രക്ഷാ